240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡാണ്. എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? ഇവിടെ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് ട്രെയിനിൻ്റെ നീളത്തിൻ്റെ അത്രയും ദൂരം സഞ്ചരിച്ചാൽ മതി. അതായത് 240 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മതി. അതിന് 24 സെക്കൻഡ് സമയം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 24 സെക്കൻഡ് കൊണ്ട് ട്രെയിൻ 240 മീറ്റർ ദൂരം സഞ്ചരിക്കും. അതായത് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 240/24 സമം 10 മീറ്ററാണ്. ഒരു സെക്കൻഡിൽ 10 മീറ്റർ ദൂരം സഞ്ചരിക്കും. ഇനി പ്ലാറ്റ്ഫോം കടക്കുന്നതിനായിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടുന്ന ദൂരം, അത് രണ്ടും കൂടെ കൂട്ടിക്കിട്ടുന്ന ദൂരം സഞ്ചരിക്കണം. അതായത് 750 + 240 സമം 990 മീറ്റർ സഞ്ചരിക്കണം. ഒരു സെക്കൻഡിൽ 10 മീറ്റർ വെച്ച് 990 മീറ്റർ സഞ്ചരിക്കാനായിട്ട് 990/10 സമം 99 സെക്കൻഡ് സമയം വേണം. അതായത് ഉത്തരം 99 സെക്കൻഡ്. ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശൻ്റെ ഒരേ ഒരു മകനാണ്. ഫോട്ടോയിലെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമെന്ത്? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്കിത് പറഞ്ഞ സ്ത്രീയിൽ തുടങ്ങാം. സ്ത്രീയുടെ മുത്തശ്ശൻ്റെ കാര്യം പറയുന്നുണ്ട്. മുത്തശ്ശന് ഒരേ ഒരു മകനേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശന് ഒരേ ഒരു മകനേ ഉള്ളത് കൊണ്ട് ആ മകൻ്റെ മകളായിരിക്കും ഈ സ്ത്രീ. അപ്പോൾ സ്ത്രീയുടെ മുത്തശ്ശന് ഒരേ ഒരു മകനേ ഉള്ളൂ. ഇനി നമുക്ക് ഫോട്ടോയിൽ കാണുന്ന ഒരാളുണ്ട്. ആ ആളുടെ സഹോദരന്, അയാളുടെ ബ്രദറും ഉണ്ട്. ഈ ബ്രദറിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെ ഒരേ ഒരു മകനാണ്. അതായത് ഈ മുത്തശ്ശൻ്റെ ഒരേ ഒരു മകൻ്റെ മകനാണ് ഈ ബ്രദർ. ഇനി ബ്രദർ മുത്തശ്ശൻ്റെ മകൻ്റെ മകനായതുകൊണ്ട് ഈ മകൻ്റെ തന്നെ മറ്റൊരു മകനായിരിക്കും ഈ ഫോട്ടോയിൽ കാണുന്നയാൾ. അതായത് ഈ 3 പേരും സഹോദരങ്ങളാണ്, ഒരാളുടെ മക്കളാണ്, അതുകൊണ്ട് സഹോദരങ്ങളാണ്. അതുകൊണ്ട് സ്ത്രീയുടെ സഹോദരനാണ് ഫോട്ടോയിൽ കാണുന്നയാൾ. ശരിയുത്തരം സി, സഹോദരൻ. SAD 814, CAT 317, EAR 519 ആയാൽ DEARനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? 4 സംഖ്യകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിത് അല്പം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അക്ഷരങ്ങൾക്ക് പകരം ഓരോ നമ്പേഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് എസ്സിന് കൊടുത്തിരിക്കുന്ന നമ്പർ 8, എയ്ക്ക് 1 വന്നിരിക്കുന്നത്. നോക്കുക, എ വരുന്നിടത്ത് എല്ലായിടത്തും 1 വന്നിരിക്കുന്നത് എയുടെ സ്ഥാനത്ത്. ഇനി ഡിക്ക് 4 കൊടുത്തിരിക്കുന്നു. ഇവിടെ സിക്ക് 3, അതായത് ABCDക്ക് 1 2 3 4 എന്ന് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇക്ക് കൊടുത്തിരിക്കുന്ന 5, ആറിന് കൊടുത്തിരിക്കുന്ന 9, ആ രീതിയിൽ. അതായത് എ മുതൽ 1 2 3 4 5 അങ്ങനെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇസഡ് മുതൽ പുറകോട്ടും 1 2 3 4 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് DEARനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് കാണേണ്ടത്. DEAR. ഇവിടെ DA സൂചിപ്പിക്കുന്നത് 4 ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം 4. ഇനി EAR അതുപടി ഇവിടെ തന്നിട്ടുണ്ട് 519, 4 5 1 9. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര? ഇവിടെ കസേരയുടെ വില 500 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. 500 രൂപ 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാലുള്ള നഷ്ടം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നഷ്ടമായി വരുന്നത് ഈ ഡിസ്കൗണ്ടായി അനുവദിക്കുന്ന 10% തന്നെയാണ്. അതായത് 500ന്റെ 10%ആണ് നഷ്ടം. 500ന്റെ 10% എന്ന് പറയുമ്പോൾ 500ന്റെ 10ൽ1 ഭാഗം. അത് കാണാനായിട്ട് 500നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. 500/10 = 50 എന്ന് കിട്ടും. അപ്പോൾ 50 രൂപയാണ് നഷ്ടം. ഉത്തരം 50 രൂപ. 3³ × 2 - 4 + 14 = -. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓർക്കുക, 3³ എന്ന് പറഞ്ഞാൽ, അല്ലെ 3/3 എന്നാൽ 3 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ്. അതായത് 3 × 3 × 3 3 9 3 27 വരും. ഇനി അപ്പോൾ 3³ × 2 എന്നുള്ളത് 27 × 2 ആവും. അത് 54. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറും. 54 - 4 + 14 എന്നാവും. 54ൽ 4 പോയാൽ 50, 50ൻ്റെ കൂടെ 14 കൂട്ടിയാൽ 64. അപ്പോൾ ഉത്തരം 64. ഓപ്ഷൻ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് 64 ആണെങ്കിൽ റാണിയുടെ വയസ്സ് എത്ര? ഇപ്പോൾ നോക്കുക, റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. അപ്പോൾ അത് നമുക്കിങ്ങനെ എഴുതാം. റാണിയുടെ വയസ്സിനോട് കൂടി 10 കൂട്ടിയാൽ രവിയുടെ വയസ്സ് കിട്ടും. ഇനി രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. അപ്പോൾ രവിയുടെ വയസ്സിൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ സുമയുടെ വയസ്സ് കിട്ടും. സുമയുടെ വയസ്സ് ഇവിടെ 64 തന്നിട്ടുണ്ട്. അപ്പോൾ രവിയുടെ വയസ്സിൽ നിന്ന് 8 കുറച്ചാൽ 64 കിട്ടും. അപ്പോൾ രവിയുടെ വയസ്സ് എങ്ങനെ കാണാം? ഈ 64ൻ്റെ കൂടെ 8 കൂട്ടിയാൽ മതി. 64 + 8 = 72 വയസ്സായിരിക്കും രവിക്കുള്ളത്. ഇനി റാണിയുടെ വയസ്സിൻ്റെ കൂടെ 10 കൂട്ടിയാൽ രവിയുടെ വയസ്സ് കിട്ടും. അതായത് റാണിയുടെ വയസ്സിൻ്റെ കൂടെ 10 കൂട്ടിയാൽ 72 കിട്ടും.
അതായത് റാണിയുടെ വയസ്സ് എന്ന് പറയുന്നത് 72 നിന്നും 10 കുറച്ചാൽ മതി, 62 വയസ്സ്. അപ്പോൾ ഉത്തരം 62. ഒറ്റയാനെ കണ്ടെത്തുക. 100, 10 സ്ക്വയർ, 4 സ്ക്വയർ അധികം 3 സ്ക്വയർ, 6 സ്ക്വയർ അധികം 8 സ്ക്വയർ. ഇവിടെ നോക്കുക, 10 സ്ക്വയറിൻ്റെ വാല്യൂ അത് 100 തന്നെയാണ്. അതുപോലെ 4 സ്ക്വയർ അധികം 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ 16, 16 പ്ലസ് 9 25 ആണ്. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, 6 സ്ക്വയർ 36 പ്ലസ് 8 സ്ക്വയർ 64, 36 64 കൂടെ കൂട്ടിയാലും 100 കിട്ടും. അതായത് ഇതിനകത്തെ 3 എണ്ണത്തിൻ്റെ വാല്യൂ 100 ആണ്. വേറിട്ട് നിൽക്കുന്നത് ഈ സി മാത്രമാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഡോളർ ഈക്വൽ ടു ഇൻറ്റു, അറ്റ് ഈക്വൽ ടു മൈനസ്, ഹാഷ് ഈക്വൽ ടു പ്ലസ്, പെർസെൻറ്റേജ് ഈക്വൽ ടു ഡിവിഷൻ ആയാൽ $23, 25%, 5 ഹാഷ്, 10 at 3 ഈക്വൽ ടു ഡാഷ്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ അതിനകത്തെ സിമ്പിൾസ് മാറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് അറിയാവുന്ന സിമ്പിൾസിലേക്ക് മാറ്റാം. അതായത് $23 പകരം ഇൻറ്റു കൊടുക്കുക. 23 ഇൻറ്റു 25 പെർസെൻറ്റേജ് ഡിവിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാഗം 5, ഹാഷ് പ്ലസിനെയും പ്ലസ് 10 അറ്റ് മൈനസിനെയാണ് സൂചിപ്പിക്കുന്നത്, -3 എന്ന് വരും. ഈക്വൽ ടു, നമുക്ക് ഈ പാർട്ട് ആദ്യം ചെയ്യാം. 25/5 5 വരും. അപ്പോൾ 23 ഇൻറ്റു 5 പ്ലസ് അത് കണക്ക് 10 - 3 7 ആണല്ലോ, പ്ലസ് 7 എന്ന് വരും. 23 5 115, 115 പ്ലസ് 7 122 ആണ് ഉത്തരവായി വരിക. അപ്പോൾ ഉത്തരം 122 A. 19x³ 216 ആയാൽ x എത്ര? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 19x³ 216 എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ x³ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? x³ ഈക്വൽ ടു 216/19. ഇവിടെ 19ൻ്റെ ഒരു ഗുണിതമല്ല 216. അതുകൊണ്ട് 216നെ 19 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യ കിട്ടില്ല. അതായത് x³ ഒരു പൂർണ്ണസംഖ്യയായിട്ട് കിട്ടില്ല. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതെങ്കിലും ആയിരുന്നു എക്സിൻ്റെ വാല്യൂ എങ്കിൽ x³ ഒരു പൂർണ്ണസംഖ്യയായിട്ട് വന്നേന്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരില്ല. അതായത് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ശരി ഉത്തരമല്ല. 27:3, 1000 ഡാഷ്. ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. 27ഉം 3ഉം തമ്മിലുള്ള അതേ ബന്ധം തന്നെയായിരിക്കണം 1000ഉം ഇവിടെ വരുന്ന സംഖ്യയും ആയിട്ടുള്ളത്. ഓർക്കുക, 3ൻ്റെ ക്യൂബാണ് 27, അല്ലെങ്കിൽ 27ൻ്റെ ക്യൂബ് റൂട്ടാണ് 3. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യയുടെ ക്യൂബ് ആയിരിക്കണം 1000. 10ൻ്റെ ക്യൂബാണ് 1000. അതുകൊണ്ട് ഇവിടെ വരേണ്ട സംഖ്യ 10. ഓപ്ഷൻ എ 10 ആണ് കറക്റ്റ് ആൻസർ. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. 36, 100, 125, 9. ഈ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ൻ്റെ സ്ക്വയറാണ്. അതുപോലെ 100 10ൻ്റെ സ്ക്വയറാണ്. 9 3ൻ്റെ സ്ക്വയറാണ്. അതേസമയം 125 ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ അല്ല. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി 125 ആണ്. 13.01 പ്ലസ് 14.032 മൈനസ് 10.43 സമം ഡാഷ്. നമുക്ക് കൂട്ടാനുള്ള 2 സംഖ്യകൾ കൂട്ടാം. 13.01 പ്ലസ് 14.032. ദശാംശ സംഖ്യകൾ കൂട്ടുമ്പോൾ ദശാംശം ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം എഴുതാൻ. ഇനി ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ ദശാംശത്തിന് ശേഷം. അപ്പോൾ ഒരു 0 കൂടെ ചേർത്ത് 3 സ്ഥാനമാക്കാം. കൂട്ടാനുള്ള സൗകര്യത്തിനാണ്. ഇനി കൂട്ടുക. 2 0 2, 3 1 4, 0 ദശാംശം കൊടുക്കുന്നു. 4 3 7, 1 1 2, 27.042. ഇതിൽ നിന്ന് നമുക്ക് 10.43 കുറയ്ക്കാം. വീണ്ടും ദശാംശ സ്ഥാനം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ എഴുതുന്നു. അപ്പോൾ 10.43. ഇവിടെ ഒരു സ്ഥാനം 0 കൂടെ ചേർത്ത് കൊടുക്കുക. ദെൻ കുറയ്ക്കുക. 2 0 പോയ 2 തന്നെ, 4 3 പോയ 1. ഇവിടെ കുറയ്ക്കാനായിട്ട് 0 ആണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കടമെടുക്കാം. 10 4 പോയാൽ 6 ആവും. ദശാംശം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് കടമെടുത്തുകൊണ്ട് 6 ഉള്ളൂ. 6 0 പോയ 6, 2 1 പോയ 1. അപ്പോൾ 16.612 ആണ് ഉത്തരം. ദൂരം ഈസ്റ്റ് കിലോമീറ്റർ, കോൺ ഈസ്റ്റ് ഡാഷ്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ദൂരവും കിലോമീറ്ററും തമ്മിലുള്ള ബന്ധം തന്നെ വേണം കോണും ഇവിടെ വരുന്ന വാക്കുമായിട്ടുള്ള ബന്ധം. ഓർക്കുക, ദൂരത്തിൻ്റെ യൂണിറ്റാണ്, ദൂരം അളക്കാനുള്ള ഒരു യൂണിറ്റാണ് കിലോമീറ്റർ. അപ്പോൾ കോൺ അളക്കാനുള്ള ഒരു യൂണിറ്റാണ് ഇവിടെ വരേണ്ടത്. ഈ തന്നിരിക്കുന്നതിൽ കോൺ അളക്കാനുള്ള യൂണിറ്റ് ഡിഗ്രിയാണ്. അപ്പോൾ ഉത്തരം ബി ഡിഗ്രി. അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുക. 7 11 19 31 47 ഡാഷ്. ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ശ്രേണി എന്ന് നോക്കുക. 7 11 19 31 47 ഡാഷ്. ഇവിടെ അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 7ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 11 കിട്ടും. അപ്പോൾ ഇവിടെ വ്യത്യാസം 4 ആണ്. 11 8 ആണ് 19.
അതുപോലെ 19ഉം 10 29 2 31, 19ൻ്റെ കൂടെ 12 കൂട്ടിയാൽ 31 കിട്ടും, 31ൻ്റെ കൂടെ 16 കൂട്ടിയാൽ 47 കിട്ടും. ഈ വ്യത്യാസങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. 4, 8, 12, 16 അങ്ങനെയാണ് വ്യത്യാസങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വ്യത്യാസം 20 ആയിരിക്കും വരേണ്ടത്. 20. അപ്പോൾ 47 20ഉം 67 ഇവിടെ വരേണ്ട സംഖ്യ. ഉത്തരം ഡി 67. ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം ഏതാണ്? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസമാണ്. അതായത് 21 4 25-ാം തീയതിയാണ് കണ്ടുപിടിക്കേണ്ടത്. 25-ാം തീയതി ഏത് ദിവസമാണെന്ന് ഇനി തന്നിരിക്കുന്ന നോക്കുക. 3 വെള്ളി എന്നാണ് തന്നിരിക്കുന്നത്. 3-ാം തീയതി വെള്ളിയാഴ്ച. അങ്ങനെയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച കിട്ടാനായിട്ട് 3ൻ്റെ കൂടെ 7 കൂട്ടിയാൽ മതി. അതായത് 7 3 10 വെള്ളിയായിരിക്കും. 10 7 17-ാം തീയതി വെള്ളിയായിരിക്കും. 17 7 24-ാം തീയതിയും വെള്ളിയാഴ്ചയായിരിക്കും. ഈ 24-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ 25-ാം തീയതി എന്ന് പറയുന്നത് ശനിയാഴ്ച ആയിരിക്കും. അപ്പോൾ ഉത്തരം ശനി. സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം ആണെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റാങ്ക് മുകളിൽ നിന്ന് 9 ആയതുകൊണ്ട് സരളയ്ക്ക് മുമ്പിലായിട്ട് 8 പേരും കൂടെ ഉണ്ട്. 9ാമതായിട്ടാണ് സരള വരുന്നത്. അപ്പോൾ സരളയ്ക്ക് മുമ്പിലുള്ള ആളെ 8 പേര്, ശേഷം സരള വരുന്നു, പ്ലസ് ഇനി താഴെ നിന്ന് നോക്കുമ്പോൾ സരളയുടെ റാങ്ക് 38 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സരളയ്ക്ക് താഴെ റാങ്കുള്ള 37 പേരും കൂടെ ഉണ്ട്. അപ്പോൾ സരളയ്ക്ക് പുറകിലുള്ളത് 37 പേര്. സരളയ്ക്ക് ഫ്രണ്ടിൽ 8 പേര്, പിന്നെ സരള വരുന്നു, ശേഷം 37 പേരും കൂടെ വരുന്നു. അപ്പോൾ ഇത്രയും പേരാണ് ക്ലാസ്സിലുള്ളത്. 37 ഒന്നും 38 വിട്ട് 46 പേര്. അപ്പോൾ ആ കുട്ടികളുടെ എണ്ണം 46. രണ്ട് സംഖ്യകളുടെ ലസാഗു 7700ഉം ഉസാഖ 11ഉം ആണ്. അതിൽ ഒരു സംഖ്യ 275 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? ഇവിടെ രണ്ട് സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും തന്നിട്ടുണ്ട്. ഓർക്കുക, രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ ലസാഗുവിൻ്റെയും ഉസാഖയുടെയും ഗുണനഫലവും തുല്യമായിരിക്കും. അതായത് ലസാഗു ഉസാഖയും കൂടെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ ഈ സംഖ്യകളുടെ ഗുണനഫലം തന്നെയായിരിക്കും. അതായത് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 7700 ഗുണം 11 ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 275 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ സംഖ്യ കാണാൻ ഈ ഗുണനഫലത്തിനെ 275 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 7700 ഗുണം 11 ബൈ 275. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഓർക്കുക, 11 ഗുണം 25 ആണ് 275. അപ്പോൾ 11ഉം 275ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 25 വരും. 7700നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 77 ഗുണം 100 എന്ന് എഴുതാം. 7700നെ ബൈ 25 എന്നാക്കാം. 100ൽ 4 പ്രാവശ്യമാണ് 25 ഉള്ളത്. അപ്പോൾ 77 ഗുണം 4 എന്ന് വരും. അതായത് 308 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം 308. 44 3 പ്ലസ് 10 3 മൈനസ് 8 3 സമൻ ഡാഷ്. ഓർക്കുക, 44 3 എന്ന് പറഞ്ഞാൽ 44 അധികം 3 പ്ലസ് 10 3 എന്ന് പറഞ്ഞാൽ 10 അധികം 3. ഇനി ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത് 8 3 അതായത് 8ഉം കുറയ്ക്കണം 3 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് അതിങ്ങനെ എഴുതാം, -8 -3 എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് പൂർണ്ണസംഖ്യാഭാഗം ആദ്യം ക്രിയേറ്റ് ചെയ്യാം. 10 - 8 2 വരും. 44 2 46. 3 പ്ലസ് 3 മൈനസ് 3 ഉണ്ട്. അപ്പോൾ ഒരു പ്ലസ് 3 ഒരു മൈനസ് 3 ക്യാൻസൽ ആവും. പോയിട്ട് പ്ലസ് 3 വരും. 46 പ്ലസ് 3 46 3. ഉത്തരം 46 3. വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ യഥാക്രമം 32, 45, 50, 28, 40 എന്നിവയാണ്. എങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്ര? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്കുകളുടെ ശരാശരിയാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് ശരാശരി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ശരാശരി സമം തുക ബൈ എണ്ണം. അതായത് മാർക്കുകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി തുക കാണുന്നത് എങ്ങനെയാണ്? മാർക്കുകളെല്ലാം കൂടെ കൂട്ടിയെടുക്കുക. അതായത് 32 പ്ലസ് 45 പ്ലസ് 50 പ്ലസ് 28 പ്ലസ് 40 ബൈ 5 വിഷയങ്ങളാണുള്ളത്. അതുകൊണ്ട് 5 എണ്ണം സമം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 195 കിട്ടും. 195 ബൈ 5 സമം 39. അപ്പോൾ ശരാശരി 39 കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി. 15625 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കാണുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ 125, ബി 225, സി 75, ഡി 155. ഇവിടെ നമുക്ക് 15625ൻ്റെ വർഗ്ഗമൂലം കാണുന്നതിന് പകരം ഈ ഓപ്ഷൻസിനെ ഒന്ന് എലിമിനേറ്റ് ചെയ്യാം. ഓർക്കുക, 100ൻ്റെ സ്ക്വയർ അല്ലെ 100ൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത് 10,000 ആണ്. 10,000-നേക്കാൾ വലിയൊരു സംഖ്യയുടെ വർഗ്ഗമൂലം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വർഗ്ഗമൂലം 100-നേക്കാൾ വലിയൊരു സംഖ്യ ആയിരിക്കും. അതുകൊണ്ട് 100-നേക്കാൾ ചെറിയ 75 ഉത്തരമായി വരികയില്ല. ഇനി അടുത്ത നോക്കുക, 150 നമുക്ക് എടുക്കാം. 150ൻ്റെ സ്ക്വയർ കാണാനായിട്ട് അല്ലെ 150ൻ്റെ വർഗ്ഗം കാണാനായിട്ട് 15ൻ്റെ വർഗ്ഗം എഴുതുക. അത് 225.
2 പൂജ്യം കൂടി ചേർക്കുക. അപ്പോൾ 21,500 150ൻ്റെ വർഗ്ഗം. 21,500 ചെറിയൊരു സംഖ്യയുടെ വർഗ്ഗമൂലമാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് 150നേക്കാൾ ചെറിയൊരു സംഖ്യയായിരിക്കും വർഗ്ഗമൂലം. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഉത്തരമായി വരികയില്ല. പിന്നെ ഉത്തരമായി വരാവുന്ന ഓപ്ഷൻ എ 125 ആണ്. അതുകൊണ്ട് ഉത്തരം 125.